പഞ്ചപാണ്ഡവരും ദ്രൗപദിയും അവരുടെ അജ്ഞാതവാസകാലത്ത് മത്സ്യരാജ്യത്തെ രാജാവായ വിരാടൻ്റെ കൊട്ടാരത്തിൽ താമസിക്കുകയായിരുന്നു. വിരാട രാജ്യത്തെ രാജ്ഞിയുടെ സഹോദരനും മത്സ്യരാജ്യത്തിൻ്റെ സേനാനായകനുമായ കീചകൻ സൈരന്ധ്രിയായി വേഷം കെട്ടിയ ദ്രൗപദിയെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്നു. ദ്രൗപദി ഭീമനോട് പരാതി പറഞ്ഞു. ഭീമൻ തന്ത്രപൂർവം കീചകനെ നൃത്തശാലയിൽ വിളിച്ചു വരുത്തി അയാളെ വധിച്ചു. കൂടാതെ ഉപകീചകന്മാർ എന്നറിയപ്പെട്ടിരുന്ന കീചകൻ്റെ സഹോദരന്മാരെയും ഭീമൻ കലപുരിക്കയച്ചു. ഇതേ സമയത്ത് ദുര്യോധനൻ, കർണൻ, ദ്രോണാചാര്യർ, ഭീഷ്മർ, കൃപാചാര്യർ, ദുശാസനൻ, തൃഗർത്തത്തിലെ രാജാവായ സുശർമാവ് എന്നിവർ ഹസ്തിനപുരത്തെ കൊട്ടാരത്തിൽ വെച്ച് അജ്ഞാതവാസത്തിലുള്ള പാണ്ഡവരെ കണ്ടെത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. അവരിൽ സുശർമാവ് ഒരു പുതിയ പദ്ധതി അവതരിപ്പിച്ചു. കീചകൻ മരിച്ചതിനാൽ മത്സ്യരാജ്യം ദുർബലമാണെന്നും അപ്പോൾ ആ രാജ്യത്തെ ആക്രമിക്കാൻ എളുപ്പമായിരിക്കുമെന്നും കർണൻ വിചാരിച്ചാൽ അത് നിസ്സാരമായി നടപ്പാക്കാൻ കഴിയുമെന്നും പറഞ്ഞു. കൗരവർ സുശർമാവിന് പിന്നാലെ മത്സ്യരാജ്യത്തെ ആക്രമിച്ച് അവരുടെ ഗോക്കളെയെല്ലാം തട്ടിയെടുക്കണം. ഇതായിരുന്നു അവരുടെ പദ്ധതി. അതിൻ പ്രകാരം ആദ്യം സുശർമാവും പിന്നാലെ കൗരവരും മത്സ്യരാജ്യത്തെ ആക്രമിച്ച് പശുക്കളെയെല്ലാം അപഹരിക്കുവാൻ തുടങ്ങി. വിവരമറിഞ്ഞ വിരാടൻ സേവകനായ കുങ്കനെയും പാചകക്കാരനായ വലലനെയും അശ്വപാലകനായ ഗ്രന്ഥികനെയും ഗോസംരക്ഷകനായ തന്തിപാലിനെയും യുദ്ധത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് ആജ്ഞാപിച്ചു. അതിൻ പ്രകാരം വിരാടൻ്റെ സഹോദരനായ ശതാനീകൻ യുദ്ധത്തിനുള്ള ഏർപ്പാടുകൾ നടത്തുവാൻ പോയിടത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം കഥ പറഞ്ഞ് നിർത്തിയത്. ശതാനീകൻ വേണ്ടത്ര സൗകര്യങ്ങൾ പാണ്ഡവർക്ക് ഒരുക്കിക്കൊടുത്തു. അവർ വിരാട രാജാവിന് പിന്നാലെ മറ്റു സൈനികർക്കൊപ്പം പുറപ്പെട്ടു. തൃഗർത്തന്മാരെ കണ്ടെത്തുവാനുള്ള ശ്രമം ആരംഭിച്ചു. പശുക്കളുടെ കുളമ്പടയാളം നോക്കിയായിരുന്നു യാത്ര. കുറേ സമയത്തെ സഞ്ചാരത്തിന് ശേഷം അവർ തൃഗർത്തൻ്റെ സൈന്യത്തെ കണ്ടെത്തി. ഇരു സൈന്യങ്ങളും ഘോരമായി ഏറ്റുമുട്ടി. അതിഭയങ്കരമായ ഒരു യുദ്ധമായിരുന്നു അരങ്ങേറിയത്. വഴിനീളെ കൊല്ലപ്പെട്ട സൈനികരുടെ ശരീരം നിരനിരയായി കിടന്നു. വളരെ സമയം യുദ്ധം നീണ്ടു നിന്നു. ഒടുവിൽ തൃഗർത്തന്മാരുടെ രാജാവായ സുശർമാവ് വിരാട രാജാവിനെ പരാജയപ്പെടുത്തി അയാളെ തൃഗർത്തത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, ഭീമ, വിരാട രാജാവിന് പരാജയം നേരിട്ടിരിക്കുന്നു. അത് അനുവദിച്ചുകൂടാ. നീ വേഗം ചെന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കണം. ഭീമൻ പറഞ്ഞു, നമ്മളെല്ലാവരും കൂടി ചേർന്ന് എല്ലാവരെയും അടിച്ച് തകർക്കണം. വേണ്ട ഭീമ, നീ അത്രമേൽ സാഹസമൊന്നും കാണിക്കണ്ട. ഈ സമയത്തും ആരും നമ്മളെ തിരിച്ചറിയാൻ പാടില്ല. നീ സാധാരണ മനുഷ്യർ ചെയ്യുന്നതുപോലെ യുദ്ധം ചെയ്താൽ മതി. അതനുസരിച്ച് ഒരു വില്ലുമെടുത്ത് ഭീമൻ യുദ്ധത്തിന് പുറപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ ഭീമൻ സുശർമാവിനെ കണ്ടെത്തി അയാളുമായി യുദ്ധം ആരംഭിച്ചു. ഒരു ഘട്ടത്തിൽ സുശർമാവ് ഭീമൻ്റെ അടുത്തെത്തി. ആ തക്കത്തിന് ഭീമൻ സുശർമാവിൻ്റെ രഥം തകർത്തു. അംഗരക്ഷകരെ വധിച്ചു. കുതിരകൾ അസ്ത്രമേറ്റ് നിലംപതിച്ചു. സുശർമാവ് തേരിൽ നിന്നും ചാടിയിറങ്ങി രക്ഷപ്പെട്ടു. ഉടൻ വിരാടനെത്തി തൻ്റെ എതിരാളികളുടെ മേൽ ശരവർഷം ആരംഭിച്ചു. ഭീമൻ ഗദയുമായി ഇറങ്ങി. വിരാടൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അയാൾ ധാരാളം പേരെ ഗദയാൽ അടിച്ചു കൊന്നു. ഇത് കണ്ട് സുശർമാവ് ആയുധങ്ങൾ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞോടി. അപ്പോൾ ഭീമൻ പരിഹാസരൂപേണ പറഞ്ഞു, ഹേ രാജാവേ, മടങ്ങിവാ. യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുന്നത് ഭീരുത്വമാണ്. വേഗം ഭീമൻ ഗദയും എടുത്തുകൊണ്ട് സുശർമാവിൻ്റെ പിന്നാലെ കൂടി. കുറച്ചു ദൂരം എത്തുന്നതിന് മുമ്പ് തന്നെ ഭീമൻ അയാളെ പിടികൂടി. തലമുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അയാളെ യുധിഷ്ഠിരൻ്റെ മുന്നിൽ കൊണ്ടിട്ടു. ഒന്ന് ചിരിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, വലല, ഈ നീചനെ വിട്ടേക്കൂ. ഭീമൻ സുശർമാവിനെ ഉയർത്തി നിർത്തിയിട്ട് പറഞ്ഞു, എടാ വിഡ്ഢി, നീ ജനങ്ങൾ കേൾക്കെ ഞാൻ വിരാടൻ്റെ ദാസനാണെന്ന് ഉറക്കെ വിളിച്ചു പറയണം. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ വിട്ടേക്കാം. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, വേണ്ട നിജ, അയാൾ ഇപ്പോൾ തന്നെ വിരാടൻ്റെ അടിമയായി കഴിഞ്ഞു. ഹേ സുശർമാവേ,
മേലിൽ ഇത്തരം വിഡ്ഢിത്തങ്ങൾ കാണിക്കരുത്. നിന്നെ എല്ലാ അടിമത്തത്തിൽ നിന്നും തൽക്കാലം മോചിപ്പിച്ചിരിക്കുന്നു. പൊയ്ക്കോളൂ. സുശർമാവ് ലജ്ജിതനായി തലതാഴ്ത്തി മുന്നോട്ട് ചെന്ന് വിരാടനെ വണങ്ങിയിട്ട് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോയി. അന്ന് മാത്സ്യരാജ്യത്തെ സൈനികർക്ക് ഒരു ഉത്സവമായിരുന്നു. വിരാടൻ യുധിഷ്ഠിരനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, മഹാത്മാവേ, അങ്ങ് സാമാന്യനല്ല. ഇന്ന് തന്നെ അങ്ങ് മാത്സ്യരാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് യുധിഷ്ഠിരനെ ഒരു സിംഹാസനത്തിൽ പിടിച്ചിരുത്തി. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് ഈശ്വരകടാക്ഷം ഉള്ളവനാണ്. ഈ രാജ്യം ഇനിയും ഐശ്വര്യപൂർണ്ണം ആയിത്തീരും. അങ്ങ് ഇനി ചെയ്യേണ്ടത് മറ്റൊന്നാണ്. എത്രയും വേഗം സേവകരെ നഗരത്തിലേക്ക് അയക്കുക. എന്നിട്ട് അങ്ങയുടെ വിജയം വിളംബരം ചെയ്യിക്കുക. വിരാട രാജാവിൻ്റെ കീർത്തി ജനങ്ങളെല്ലാവരും അറിയട്ടെ. അതിൻ പ്രകാരം വിരാടൻ സേവകരോട് വിജയപ്രഖ്യാപനത്തിനായി നഗരത്തിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. ആ രാത്രി തന്നെ സേവകർ നഗരത്തിലെത്തി. പ്രഭാതമായപ്പോഴേക്കും വിരാടൻ്റെ വിജയഗാഥ നാട്ടിലെങ്ങും പാട്ടായി. വിരാടനും സുശർമാവും യുദ്ധത്തിലേർപ്പെട്ടിരുന്ന അതേ സമയം നോക്കി ദുര്യോധനൻ സൈന്യസമേതം മാത്സ്യരാജ്യത്തെ ആക്രമിച്ചു. മഹാരഥന്മാരായ ഭീഷ്മർ, ദ്രോണർ, കൃപർ, ശകുനി, അശ്വത്ഥാമാവ്, ദുശാസനൻ, വികർണൻ തുടങ്ങിയവർ ദുര്യോധന സൈന്യത്തെ നയിച്ചിരുന്നു. അവർ രഥം കൂട്ടി നിർത്തി പശുക്കളെ തടഞ്ഞു വെച്ചു. പശുക്കളെ പരിപാലിക്കുന്നവർക്ക് ഇവരെ തടയാൻ കഴിഞ്ഞില്ല. ഇടയന്മാരുടെ നേതാവ് ഒരു രഥത്തിൽ കയറി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് രാജധാനിയിലേക്ക് പുറപ്പെട്ടു. അയാൾ കൊട്ടാരത്തിലെത്തി വേഗം രഥത്തിൽ നിന്ന് ഇറങ്ങി വിരാടൻ്റെ മകനായ ഭൂമിഞ്ജയനെ കണ്ടു. കുമാര, അങ്ങയുടെ 60,000 പശുക്കളെ കൗരവർ തട്ടിയെടുത്തു. ഭൂമിഞ്ജയൻ എന്ന കുമാരൻ ഉത്തരൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പശുപാലകൻ തുടർന്നു, മഹാരാജാവ് യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയല്ലേ. അദ്ദേഹം എപ്പോഴും പറയാറുണ്ടല്ലോ, നീ ഒരു ശക്തനായ വില്ലാളിയാണെന്ന്. അതുകൊണ്ട് അങ്ങയുടെ കഴിവുകൾ തെളിയിക്കാൻ ഏറ്റവും നല്ല സമയം ഇതാണ്. ഇത് കേട്ട് ഉത്തരൻ പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള വില്ല് ശക്തമാണ്. കൗരവരുമായി യുദ്ധം ചെയ്യാൻ എനിക്ക് സന്തോഷവുമുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഒരു നിപുണനായ സാരഥിയെയാണ് വേണ്ടത്. നിങ്ങൾ അങ്ങനെ ഒരാളെ കണ്ടെത്തൂ. പിന്നെ ഞാൻ ദുര്യോധനനെയോ കർണനെയോ ദ്രോണരെയോ ആരെ വേണമെങ്കിലും തോൽപ്പിക്കാം. പോർക്കളത്തിലെ എൻ്റെ സാമർഥ്യം കണ്ടാൽ സാക്ഷാൽ അർജുനൻ തന്നെയാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അവർ ധരിക്കും. ഉത്തരൻ അർജുനൻ്റെ പേർ പറയുന്നത് ദ്രൗപദി കേട്ടു. അവൾ ഉത്തരൻ്റെ മുന്നിലെത്തി പറഞ്ഞു, കുമാര, അന്തഃപുരത്തിൽ നൃത്തം പഠിപ്പിക്കുന്ന ബൃഹന്തള പണ്ട് അർജുനൻ്റെ തേരാളിയായിരുന്നു. അർജുനൻ്റെ വിജയങ്ങൾക്ക് പിന്നിലെല്ലാം ഈ ബൃഹന്തളയുടെ സാമർഥ്യം കൂടി ഉണ്ടായിരുന്നു. അയാൾ അങ്ങയുടെ തേർ തെളിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം കൗരവരെ തോൽപ്പിച്ച് പശുക്കളെയെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ അങ്ങയ്ക്ക് കഴിയും. ഉത്തരൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സഹോദരിയായ ഉത്തരയോട് പറഞ്ഞു, സഹോദരി, നീ വേഗം ചെന്ന് ബൃഹന്തളയെ കൂട്ടിക്കൊണ്ടുവരൂ. ഉത്തര അപ്പോൾ തന്നെ നൃത്തശാലയിലേക്ക് പോയി. തൻ്റെ സഖിയായ ഉത്തരയെ കണ്ടപ്പോൾ ബൃഹന്തള ചോദിച്ചു, രാജകുമാരി, പറയൂ, എന്താണ് വന്നത്? ഉത്തര പറഞ്ഞു, ബൃഹന്തളെ, കൗരവന്മാർ നമ്മുടെ പശുക്കളെയെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. അവരെ എതിർക്കാൻ എൻ്റെ സഹോദരൻ വില്ലേന്തി നിൽക്കുകയാണ്. താങ്കൾ വിചാരിച്ചാൽ ഉത്തരൻ്റെ തേർ തെളിക്കാമെന്നറിഞ്ഞു. കൗരവർ വളരെ ദൂരെ എത്തുന്നതിന് മുൻപേ അവരെ പിന്തുടർന്ന് പശുക്കളെയെല്ലാം വീണ്ടെടുക്കണം. ബൃഹന്തള ഉത്തരൻ്റെ മുന്നിൽ എത്തി. അയാൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഉത്തരൻ വിളിച്ചു പറഞ്ഞു, ബൃഹന്തളെ, കൗരവർ നമ്മുടെ പശുക്കളെയെല്ലാം കടത്തിക്കൊണ്ടു പോവുകയാണ്. താങ്കൾ എൻ്റെ രഥം തെളിക്കുമോ? അർജുനൻ്റെ സമർത്ഥനായ തേരാളിയായിരുന്നു താങ്കളെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ വിജയങ്ങൾക്ക് പിന്നിൽ താങ്കളായിരുന്നില്ലേ? കൗരവരോട് ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ വേണ്ടവണ്ണം തേർ തെളിക്കാൻ എനിക്കൊരു സാരഥിയെ വേണം. ബൃഹന്തളയുടെ സമ്മതം കിട്ടിയപ്പോൾ ഉത്തരൻ സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു പടച്ചട്ട അണിഞ്ഞ് ശരങ്ങളും ധനുസും കയ്യിലെടുത്തു. ബൃഹന്തള തേർത്തട്ടിൽ ഇരുന്നു. ഈ സമയത്ത് ഉത്തര അന്തഃപുര സ്ത്രീകളുമായി എത്തി ബൃഹന്തളയോട് പറഞ്ഞു, ബൃഹന്തളെ, ഭീഷ്മരെയും ദ്രോണരെയും കൗരവരെയും യുദ്ധത്തിൽ തോൽപ്പിക്കുമ്പോൾ അവരുടെ വസ്ത്രത്തിൽ നിന്നും ഞങ്ങളുടെ പാവകളെ അലങ്കരിക്കാൻ നല്ല നിറമുള്ള പട്ടുതുണികൾ കൊണ്ടുവരാൻ മറക്കല്ലേ. ബൃഹന്തള തേർ തെളിച്ചു. രാജധാനിയുടെ പുറത്തെത്തിയപ്പോൾ കൗരവർ പോകുന്നിടത്തേക്ക് രഥം തെളിക്കുവാൻ ഉത്തരൻ ആവശ്യപ്പെട്ടു. ബൃഹന്തള കുതിരകളുടെ കടിഞ്ഞാൺ അയച്ചു വിട്ടു. രഥത്തിൻ്റെ വേഗത കൂടി. കുറേ ദൂരം ചെന്നപ്പോൾ കൗരവരെ കാണാൻ കഴിഞ്ഞു. കുതിരകളും ആനകളും തേരുകളും കാലാൾപ്പടയും ധാരാളമുള്ള കൗരവപ്പടയെ കർണൻ, ദുര്യോധനൻ, ഭീഷ്മർ, കൃപർ, ദ്രോണർ എന്നിവരായിരുന്നു നയിച്ചിരുന്നത്. ഇത് കണ്ടപ്പോൾ
ഉത്തരന് ഭയത്താൽ രോമാഞ്ചമുണ്ടായി. അയാൾ ബൃഹന്തളയോട് പറഞ്ഞു, നോക്കൂ, വിപുലമായ ഒരു സൈന്യം അവർക്കുണ്ട്. മഹാരഥന്മാരാണ് സൈന്യത്തെ നയിക്കുന്നത്. ഇവരെ തോൽപ്പിക്കുവാൻ ദേവന്മാർക്ക് പോലും കഴിയില്ല. അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചമുണ്ടായിരിക്കുന്നു. എൻ്റെ ആരോഗ്യസ്ഥിതി നോക്കൂ. അവരെ എതിരിടാൻ എൻ്റെ ദേഹസ്ഥിതി കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. ആയുധവിദ്യയിൽ സമാനതകളില്ലാത്ത ഇവരോട് ഒരു യുവാവായ ഞാൻ എങ്ങനെ എതിർത്ത് നിൽക്കും? ബൃഹന്തളെ, നമുക്ക് മടങ്ങിപ്പോകാം. തേര് തിരിച്ചുകൊള്ളൂ. ഇത് കേട്ടപ്പോൾ അർജുനൻ പരിഹാസസ്വരത്തിൽ ചോദിച്ചു, കുമാരാ, അന്തഃപുര സ്ത്രീകളുടെ മുന്നിൽ വെച്ച് കൗരവരെ തോൽപ്പിച്ച് പശുക്കളെയെല്ലാം വീണ്ടെടുക്കുമെന്നല്ലേ പൊങ്ങച്ചം പറഞ്ഞത്? എന്നിട്ടല്ലേ നിങ്ങൾ എന്നെയും കൂട്ടി പുറപ്പെട്ടത്? സൈരന്ധ്രി ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ സാരഥിയായത്. ഇനി വിജയം കാണാതെ കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ എനിക്ക് ആവില്ല. ഉത്തരൻ നിരാശയോടെ പറഞ്ഞു, ബൃഹന്തളെ, മാത്സ്യരാജ്യത്തെ പശുക്കളെ മുഴുവൻ അവർ കൊണ്ടുപോയിക്കോട്ടെ. ജനങ്ങളുടെ പരിഹാസവും ഞാൻ സഹിച്ചുകൊള്ളാം. എന്നാലും ഇവരോട് യുദ്ധം ചെയ്യാൻ എനിക്കാവില്ല. ഇത്രയും പറഞ്ഞിട്ട് അമ്പുകളും വില്ലുകളും എല്ലാം വലിച്ചു ദൂരേക്കെറിഞ്ഞ് ഉത്തരൻ രഥത്തിൽ നിന്നും ചാടിയിറങ്ങി പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. ഇത് കണ്ട് അർജുനൻ വേഗം രഥത്തിൽ നിന്നിറങ്ങി ഉത്തരൻ്റെ പിന്നാലെ പാഞ്ഞു ചെന്ന് അയാളെ പിടികൂടിയിട്ട് പറഞ്ഞു, യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നത് ക്ഷത്രിയർക്ക് ഭൂഷണമല്ല. യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ചാൽ അത് ക്ഷത്രിയന് ശ്രേയസ്കരവുമാണ്. ഇത്രയും പറഞ്ഞിട്ട് ഉത്തരനെ വലിച്ച് തേരിനടുത്തേക്ക് കൊണ്ടുപോയി. ഉത്തരൻ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു, ബൃഹന്തളെ, ജീവിച്ചിരുന്നാൽ എപ്പോഴെങ്കിലും നമുക്ക് നല്ല കാലം വരും. നിങ്ങൾ രഥം മടക്കി കൊണ്ടുപോകൂ. അയാൾ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് ബൃഹന്തളയോട് വീണ്ടും പറഞ്ഞു, കൗരവപ്പടയോട് നേരിടാൻ എനിക്ക് ഭയമാണ്. ബൃഹന്തളെ, നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ പലതും അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഉത്തരൻ്റെ അവസ്ഥ കണ്ട് അർജുനൻ പരിഹാസത്തോടെ പറഞ്ഞു, യുദ്ധം ചെയ്ത് എല്ലാം തിരിച്ചു പിടിക്കാമെന്ന് വീമ്പിളക്കിയിട്ട് ഇപ്പോൾ തിരിഞ്ഞോടാൻ ശ്രമിക്കുന്നു. നിങ്ങളൊരു ക്ഷത്രിയ രാജകുമാരനല്ലേ? യുദ്ധം ചെയ്യാനുള്ള തൻ്റെ ഇടമില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഈ തേർ തെളിക്കൂ. ഞാൻ അവരോട് യുദ്ധം ചെയ്യാം. നിങ്ങളുടെ പശുക്കളെയെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം. നിങ്ങൾ കുറച്ചു നേരത്തേക്ക് ആ കടിഞ്ഞാണൊന്ന് കയ്യിലെടുക്കൂ. ഒരു വിധത്തിൽ അർജുനൻ ഉത്തരനെ തേരിൽ കയറ്റി. ബൃഹന്തളയെ ഭയന്ന് ഉത്തരൻ സാരഥിയുടെ ജോലി ഏറ്റെടുത്തു. അയാൾ തെളിച്ച രഥത്തിൽ വില്ലും ശരങ്ങളുമേന്തി അർജുനൻ യുദ്ധത്തിന് പുറപ്പെട്ടു. ദൂരെ നിന്ന് തന്നെ ധനുർധാരിയായ ബൃഹന്തളയെ കൗരവർ കണ്ടു. അത് ഒരു നപുംസകമല്ലെന്നും സവ്യസാചിയായ അർജുനൻ തന്നെയാണെന്നും കൗരവരിലെ മഹാരഥന്മാർ സംശയിച്ചു. സ്ത്രീയെപ്പോലെ വേഷം ധരിച്ചിട്ടുണ്ടെങ്കിലും അത് പാർത്ഥൻ തന്നെയാണെന്ന് ഉറപ്പിച്ച് ദ്രോണാചാര്യർ ഭീഷ്മരെ സമീപിച്ചിട്ട് പറഞ്ഞു, ഭീഷ്മരെ, സ്ത്രീവേഷത്തിൽ തേർത്തട്ടിൽ വില്ലേന്തി നിൽക്കുന്ന യോദ്ധാവ് ഒരു നപുംസകമല്ല, അത് പാർത്ഥൻ തന്നെയാണെന്ന് ഞാൻ സംശയിക്കുന്നു. ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിച്ച പാർത്ഥനെ ജയിക്കാൻ സാക്ഷാൽ ശ്രീ മഹാദേവന് പോലും കഴിഞ്ഞിട്ടില്ല. ഇവൻ പശുക്കളെയെല്ലാം തിരിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഭീഷ്മർ തേർത്തട്ടിൽ നിൽക്കുന്ന ബൃഹന്തളയെ വീണ്ടും വീണ്ടും നോക്കി. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.